ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ലോങ് വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിലായിരിക്കണം. അതിനാണ് നമ്മൾ ലോങ് വീഡിയോസ് എന്നുള്ളത് യൂട്യൂബിൽ പറയുന്നത്. അതെങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പ്രത്യേകം ഞാൻ പറയുകയാണ്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നല്ല ഒരു ടൈറ്റിലായിരിക്കണം. അതായത് ആളുകൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അതായത് ഇന്ന വീഡിയോ ആകുമ്പോൾ അയ്യോ എന്താണ് ആ വീഡിയോയിൽ പറയുന്നുള്ള ഒരു ആകാംക്ഷ നമ്മൾ സൃഷ്ടിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ടൈറ്റിലായിരിക്കണം കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുമ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ത് വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്, ആ വീഡിയോയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ വീഡിയോയിലെ കണ്ടൻറ് എന്താണ്, അത് കാണുന്ന നമ്മൾക്ക് എന്താണ് ഗുണം എന്നുള്ള കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് എന്താണ് അതിൽ നിന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. ആ വീഡിയോ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്, ഇതാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ ഹാഷ്ടാഗുകൾ, ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കണ്ണി കണ്ട ഹാഷ്ടാഗ് ഒരിക്കലും കൊടുക്കരുത്. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കണം ആ ഒരു ഹാഷ്ടാഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ നേച്ചർ ലവർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാഷ്ടാഗ്സ് ഒക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നല്ല റീച്ച് ആയിട്ടുള്ള ഹാഷ്ടാഗുകളുണ്ട്, അത് നോക്കി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്നത് കീവേഡ്സ് വരുന്നുണ്ട്. നല്ല കീവേഡ്സ്, അതായത് നമ്മൾ വീഡിയോ ആളുകൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗാർഡനോ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള നമ്മൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളൊരു സ്റ്റാറ്റസ് രൂപത്തിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കീവേഡ്സ് നമുക്ക് എന്തൊക്കെ കൊടുക്കാം. ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ ഗാർഡൻസ് വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് സെർച്ച് ചെയ്യാൻ പാകത്തിൽ എങ്ങനെയാണോ അത് ആ രീതിയിലുള്ള കീവേഡ്സുകൾ നമുക്ക് കൊടുക്കണം. ഏകദേശം ഒരു 18 കീവേഡ്സ് 18-20 അത്ര കീവേഡ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയിലെല്ലാം കൃത്യമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം. അതെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെയുണ്ട്, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാം. പക്ഷേ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ YT സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കി വെക്കണം. അതിലാണ് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ സെൻട്രലായിട്ട് പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ വീഡിയോ ഫോർമാറ്റിൽ കിടക്കുന്നുണ്ടാകും, അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല നമുക്ക് ഷോർട്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിലേക്കും ചെയ്യാം. അപ്പോൾ ഷോർട്സിലേക്കായിട്ട് പോകും. ഇനി ലൈവ് ഉണ്ടെങ്കിൽ ലൈവ് കൊടുക്കാം, അതല്ല പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റിലേക്കും കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരെ വന്നു അതാ വീഡിയോസിലേക്ക് എത്തി. ഇനി നമ്മൾ ഒരു ലോങ് വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഇത് കൊടുക്കാം. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഷോ മോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമുക്ക് YT സ്റ്റുഡിയോ ചെയ്യാം. നമ്മൾ വീഡിയോ അൺലിസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താം. വീഡിയോ അൺലിസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തംബ്നെയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതെല്ലാം നമുക്ക് YT സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഇവിടെ അപ്ലോഡ് നമ്മൾ കൊടുക്കുക. അപ്ലോഡ് കൊടുത്തതിന് ശേഷം ഈ വീഡിയോ ഒരു 1 മിനിറ്റ് 15 സെക്കൻഡ് ഉള്ളതുകൊണ്ട് മാത്രം പെട്ടെന്ന് അപ്ലോഡ് ആവും. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നാമതും പിന്നെ മികച്ച ഹൈ ക്വാളിറ്റിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ അത് ഡൗൺലോഡായിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ഇത് അപ്ലോഡായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഇതൊരു കുറച്ച് സമയമെങ്കിലും കഴിയും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ സ്കാനിങ് കഴിയാനായിട്ട്. അപ്പോൾ ഇതിൽ ക്വാളിറ്റി 720p ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ യൂട്യൂബിൻ്റെ പരിപാടി കഴിഞ്ഞു.
ഇനി നമുക്ക് നേരെ Y2 സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. Y2 സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും താഴെ ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടൻറ്റ് ഇതാ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ തമ്പനെയിലൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ August 17 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നമ്മളെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് തമ്പനെയിൽ വേണമെങ്കിൽ കൊടുക്കാം. തമ്പനെയിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കസ്റ്റം ഉണ്ട്. ബാക്കി 3 ഫ്രെയിം യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വാൾപേപ്പർ അല്ലെങ്കിൽ ഈ തമ്പനെയിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വീണ്ടും മാറി. അത് 3 യൂട്യൂബ് സജസ്റ്റ് ചെയ്താണ്. നമുക്കിനി ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ല നമ്മൾ കസ്റ്റമായിട്ട് നമ്മൾ തമ്പനെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റം തമ്പനെയിൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഖലീഫ എന്നുള്ളതാണ് ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ തമ്പനെയിൽ എല്ലാം ഓക്കെ ആയി. ഇനി ഡണ്ണ് കൊടുക്കാം. ഇനി ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള എഡിറ്റിംഗ് ഒക്കെ ഇവിടെ വരും. നമ്മൾ ടൈറ്റിലാണ് ആദ്യം കൊടുക്കേണ്ടത്. ടൈറ്റിലിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ആവും. പക്ഷേ നമുക്ക് ടൈറ്റിലാണ് നിർബന്ധം. ഡേറ്റ് ആയിട്ട് ഒരാളും അപ്ലോഡ് ചെയ്യരുത്. നമുക്ക് ടൈറ്റിൽ എന്താണ് കൊടുക്കുക? ഇനി ഖലീഫയല്ലേ, എന്താ ഖലീഫ പാർട്ട് 1 എന്ന് കൊടുക്കാം. അതിനുശേഷം പിന്നെ വി ആർ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ എന്താ ചെയ്യുക, ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി ഓഡിയൻസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്കിത് കുട്ടികൾക്ക് കാണേണ്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ എസ് എന്നാക്കി കൊടുക്കണം. പക്ഷേ നമ്മുടെ ഈ വീഡിയോസ് കുട്ടികൾ കണ്ടാലും ഒന്നും നമുക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്താ നോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുത്തിട്ട് ഓക്കെ ആക്കാം. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇപ്പോൾ കൊടുത്തിരിക്കും ഖലീഫ മൂവിനെ പറ്റി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റ്, അതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു കുറിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായി കൊടുക്കണം. അതായത് ഈ വീഡിയോ എന്തിനെ പറ്റി ഉള്ളതാണ്, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടാലുള്ളൊരു ഗുണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഇവിടെ നമ്മൾ കൊടുക്കണം. കാരണം ലോങ് വീഡിയോ ആകുമ്പോൾ ഡിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ടും ചെയ്യണം. കാരണം അതെല്ലാം നമ്മുടെ യൂട്യൂബ് അനലൈസ് ചെയ്യും. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഹാഷ് ടാഗുകൾ ആഡ് ചെയ്യാം. അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഹാഷ് ടാഗുകൾ കൊടുക്കണം. മിനിമം ഒരു 8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഖലീഫേൻ്റെ ആകുമ്പോൾ ഹാഷ് ഖലീഫ എന്ന് കൊടുക്കാം, ഖലീഫ മൂവി അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഖലീഫയുമായി മൂവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹാഷ് ടാഗ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്ഷനെല്ലാം കൊടുത്തതിന് ശേഷം താഴെ വരുമ്പോൾ ഏറ്റവും താഴെ AI യൂസ് കാറ്റഗറി ടാഗ്സ് ആൻഡ് ലിസണിങ്സ് എംബെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതിൽ കൊടുത്തിട്ട് ആഡ് ടാഗ്സ് എന്നുള്ളതുണ്ടാവും. അതിനു മുമ്പ് AI യൂസ് എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ AI വഴി എഡിറ്റ് ചെയ്തിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒരു AI വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുക്കണം. അതായത് നിങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം ആഡ് ടാഗ്സ് എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ട ടാഗ്സ് എന്ന് പറയുമ്പോൾ ആ സിനിമ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ആളുകൾ എങ്ങനെയാണ്, ഓഡിയൻസ് മറ്റുള്ള ജനങ്ങൾ എങ്ങനെയാണ് അത് സെർച്ച് ചെയ്താലാണ് അവരുടെ ഫീഡിലേക്ക് കിട്ടുക, അല്ലെങ്കിൽ അവർ എന്ത് സെർച്ച് ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കുറേ ടാഗ്സ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഇപ്പം നമ്മൾ ഖലീഫിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ചെറിയൊരു വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും ഈ വീഡിയോ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക? അപ്പോൾ ഖലീഫ എന്ന് കൊടുക്കാം. അതിനുശേഷം ഖലീഫ മൂവി മലയാളം എന്ന് കൊടുക്കാം. ഖലീഫ മൂവി സ്റ്റാറ്റസ്
എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കൊടുക്കും. ഒരു 10-18ഓളം ടാഗ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അതുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഖലീഫ മൂവി അപ്ഡേറ്റ്സ്, ഖലീഫ മൂവി ട്രെയിലർ, റിവ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഖലീഫൻ്റെ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ അപ്ലോഡ് ചെയ്യരുത്, കാരണം അത് കോപ്പിറൈറ്റ് വരും. നിങ്ങളുടെ ചാനലിന് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തായാലും വരും, സ്ട്രൈക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല, അൺലിസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ തമ്പനെയിൽ കാര്യങ്ങൾ എല്ലാം കൊടുത്തു. പിന്നെ ഈ അൺലിസ്റ്റ് എന്നുള്ള കാര്യം അൺലിസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആദ്യം കൊടുക്കണം. അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തെല്ലാം വേസ്റ്റ് ആവും. വീണ്ടും ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയട്ടെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമോ, അത് നമുക്ക് എന്തെങ്കിലും ക്ലെയിമുകൾ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറയും. അതെല്ലാം വന്ന് കിടക്കുന്ന ഓപ്ഷൻ, ഈ നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഇവിടെയാണ് വന്ന് കിടക്കുക. നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ഉണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലെയിം ഉണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കും. അത് നിങ്ങൾ ഏകദേശം 1-1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം വന്ന് നോക്കുക. അതല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതെവിടെ വിസിബിലിറ്റി എന്നുള്ളത് അൺലിസ്റ്റ് ഉണ്ടാവും, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പബ്ലിക് ആക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കണം എന്നാണെങ്കിൽ, ഇപ്പോൾ മറ്റൊന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നേരെ ഷെഡ്യൂൾക്ക് വരിക. ഷെഡ്യൂൾക്ക് വന്നതിന് ശേഷം ടൈം ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 17, എനിക്ക് 18 ഒരു 20-ാം തീയതിക്കാണ് ഈ വീഡിയോ അപ്ലോഡ് ആവേണ്ടത്. പക്ഷേ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നേരെ 20 ഡേറ്റ് 20 കൊടുക്കുക, വർഷവും കാര്യങ്ങളും എല്ലാം ഓക്കെ വയ്ക്കുക. പിന്നെ നമുക്ക് ടൈം നമുക്കൊരു 5 മണി PM എന്നുള്ളത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തില്ലെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്താവില്ല, സേവ് തന്നെ കൊടുക്കണം. അപ്പോൾ സേവ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 20-ാം തീയതി ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നെറ്റ് ഓൺ ആക്കണം, ഒന്നും ഓൺ ആക്കണം, ഓട്ടോമാറ്റിക്കലി അത് പബ്ലിഷ് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഇനി ഷെഡ്യൂൾ എന്നുള്ള കാര്യം മാറ്റിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂളിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. പബ്ലിക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇത് നേരെ പബ്ലിക്കിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒരിക്കലും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനതെന്തായാലും ഇപ്പോൾ ഉടനടി ഡിലീറ്റ് ആക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി തുടർന്ന് എങ്ങനെയാണ് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം യൂട്യൂബിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. പക്ഷെ ഇതെല്ലാവരും ചെയ്യുന്ന പോലെ എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് പറയണം. അതായത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, വളരെ നോർമലായിട്ട് പതുക്കെ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച് അത് പഠിപ്പിച്ച് കറക്റ്റ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. നിങ്ങൾ അറിയാതെ തന്നെ ആ സെറ്റിങ്സ് എല്ലാം പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ.